ജനങ്ങളോടുള്ള നിലപാടിൽ വനപാലകർ മാറ്റം വരുത്തണമെന്ന് AP അനിൽകുമാർ MLA. മൃഗങ്ങളെ വേട്ടയാടും പോലെ ചില ഉദ്യോഗസ്ഥർ ജനങ്ങളെ വേട്ടയാടുന്നുവെന്നും വിമർശനം. കേരള ഫോറസ്റ്റ് പ്രൊട്ടക്റ്റീവ് സ്റ്റാഫ് അസോസിയേഷൻ 49ാം മലപ്പുറം ജില്ലാ സമ്മേളനം നിലമ്പൂരിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ജനങ്ങൾക്കിടയിൽ നിങ്ങൾ നിങ്ങളുടേതായ ഒരു പ്രതിച്ഛായ മാറ്റിയെടുക്കാൻ ശ്രമിക്കും. നിങ്ങൾ വനങ്ങളിൽ വേട്ടയാടുന്നവരെ തടയുന്നതിന് നിയമമുണ്ട്, ഫോറസ്റ്റ് ആക്ട് ഉണ്ട്, അതനുസരിച്ച് എന്ത് ചെയ്തതും കുഴപ്പമില്ല. പക്ഷെ അതിൻ്റെ പേരിൽ നിങ്ങളുടെ നിലപാട് സാധാരണ മനുഷ്യരെ വേട്ടയാടുന്ന പോലെ ആവുന്നു. അപ്പം അതെല്ലാം ഒരുപോലെ ആ രീതിയിൽ ചെയ്യേണ്ട നിയമത്തിൻ്റെ തലത്തിലേക്ക് കൊണ്ടുപോകും. പക്ഷേ പലപ്പോഴും വനപാലകരുടെ ഭാഗത്ത് എന്താ, ഞാൻ നിങ്ങളോട് വന്നിട്ട് നിങ്ങളുടെ കാര്യങ്ങൾ മാത്രം പറഞ്ഞു പോകുന്നതിൻ്റെ കാര്യമില്ല. അപ്പോൾ ഞാൻ പൊതുപ്രവർത്തനത്തിൽ പലരും പറയാറുണ്ട്, അവർ ചെയ്യുന്ന തെറ്റുകളായിരിക്കാം, ഒരു നിലയ്ക്ക് നമ്മൾ അംഗീകരിക്കുന്നില്ല. ആ തെറ്റുകളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരേണ്ട ഉത്തരവാദിത്വം നിങ്ങൾക്കുണ്ട്. പക്ഷേ അവിടെ നമ്മൾ കാണിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. നിയമം നമുക്കുള്ളത് കൊണ്ട് ഏത് രീതിയിൽ മാറാം എന്ന് ചെയ്യുന്ന രീതിയാവരുത്. വേട്ടയാടുന്നതിന് നിയമം കയ്യിലെടുക്കുമ്പോൾ അവരെ വേട്ടയാടുകയും മറ്റു കാടുകളിലേക്ക് അതിക്രമിച്ച് കയറുന്നവരൊക്കെ നിങ്ങൾ നിയമം വെച്ച് നിങ്ങൾ ചെയ്തു. നിങ്ങൾ നിയമത്തിനകത്ത് ചെയ്യണം. പക്ഷേ മനുഷ്യരെ വീടുകളിൽ പോയി വേട്ടയാടുന്ന സാധ്യത ഉണ്ടാകും. അത് നിങ്ങൾ ശ്രദ്ധിക്കണം. അപ്പോഴാണ് നിങ്ങൾക്ക് സപ്പോർട്ട് ലഭിക്കുക. പഴയ കാലത്തെ പോലെ എല്ലാ കാര്യങ്ങളെക്കുറിച്ചും ജനങ്ങൾ നോക്കി കാണുന്നവരാണ്. അപ്പോൾ നിങ്ങൾ വനപാലകർ എന്നുള്ള നിലയ്ക്ക് അല്ലെങ്കിൽ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ എന്നുള്ള നിലയ്ക്ക് നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തിയെക്കുറിച്ചും ജനങ്ങൾ വിലയിരുത്തുന്നു. അപ്പോൾ നിങ്ങളുടെ സംഘടന ആ ഒരു കാര്യത്തെക്കുറിച്ച് ശ്രദ്ധിക്കണം. പഴയ കാലഘട്ടമല്ല, ചെറിയ കാര്യങ്ങൾ പോലും ഇന്ന് ഹൈലൈറ്റ് ചെയ്ത് വരും. നമുക്കറിയാം, ഏറ്റവും കൂടുതലായിട്ടുണ്ടായ റാപ്പർ വേടനുമായി ബന്ധപ്പെട്ട കാര്യമൊക്കെ നമ്മുടെ സമൂഹത്തിന് അംഗീകരിക്കാൻ കഴിയുന്ന കാര്യമാണ്. അതൊക്കെ അങ്ങനെയാണോ ചെയ്യേണ്ടത്? ചാൾസ് ലോകരാജിനെ കൊണ്ടുപോകുന്ന പോലെ ഒരു കലാകാരനെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാർ കൊണ്ടുപോകുക, 2 ദിവസം ഫോറസ്റ്റിൻ്റെ ഉദ്യോഗസ്ഥന്മാർ മാധ്യമങ്ങളിൽ നിറഞ്ഞിരുന്ന് ഇതൊക്കെ ആഘോഷമാക്കി മാറ്റുക, അതൊരു കലാകാരനല്ല. അപ്പം ആ കാണിക്കേണ്ട ഒരു ഉത്തരവാദിത്വം നമുക്കില്ല. അപ്പോൾ ഏത് ഉദ്യോഗസ്ഥൻ്റെ മനസ്സിലും നമ്മൾ സമൂഹത്തിൻ്റെ ഭാഗമാണ് എന്നുള്ളതുകൊണ്ടാണ്. അദ്ദേഹം കഞ്ചാവ് വലിച്ചിട്ടുണ്ടെങ്കിൽ, അദ്ദേഹം മയക്കുമരുന്ന് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ നിർബന്ധമാണ് കേസെടുക്കണം. പക്ഷെ ആ കേസെടുക്കുന്ന വലുത് കഴുത്തിൽ തൂങ്ങിക്കിടക്കുന്ന പുലിപ്പല്ല് വെച്ചത് എന്താണോ എന്ന് അറിയുന്നതിന് മുമ്പ് പോലും അദ്ദേഹത്തിനെതിരെ കേസെടുത്ത് 2 ദിവസം ഫോറസ്റ്റിന്റെ കസ്റ്റഡിയിൽ വാങ്ങി ആഘോഷമാക്കി കൊണ്ടു നടക്കുന്ന എങ്ങനെ അംഗീകരിക്കാൻ പറ്റും? നിയമങ്ങൾ നടപ്പാക്കുന്നതിൽ തെറ്റില്ല. എന്നാൽ മൃഗങ്ങളെ വേട്ടയാടുന്ന രീതിയിലാണ് ചില കേസുകളിൽ വനപാലകർ ജനങ്ങളെ വേട്ടയാടുന്നത്. ഇത് അംഗീകരിക്കുവാൻ കഴിയില്ല. അതിനാൽ വനപാലകർ ഈ കാര്യത്തിൽ കാര്യക്ഷമതയോടെ പ്രവർത്തിക്കണം. വേടനെതിരെ വനം വകുപ്പ് സ്വീകരിച്ച നടപടിയെയും MLA വിമർശിച്ചു. പുലിനഖം യഥാർത്ഥമാണോ എന്ന് ഉറപ്പുപോലും വരുത്തും മുൻപാണ് ഈ കലാകാരനെ ജനമധ്യത്തിലൂടെ ചാൾസ് ശോഭരാജിനെ കൊണ്ടുപോകുന്നതുപോലെ കൊണ്ടുപോയത്. ഒരു കലാകാരൻ എന്ന പരിഗണന നൽകാതെയാണ് 2.5 ദിവസത്തോളം വനം വകുപ്പ് കസ്റ്റഡിയിൽ വച്ചതെന്നും ജനങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിനായി പ്രവർത്തിക്കുന്ന വനം പാലകരുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിന് സർക്കാർ എല്ലാ നടപടികളും സ്വീകരിക്കണമെന്നും MLA ആവശ്യപ്പെട്ടു. വനപാലകരുടെ സുരക്ഷയ്ക്കായുള്ള നടപടികൾ കുറവാണ്. സർക്കാരിന് ഇക്കാര്യത്തിൽ പരിമിതികളുണ്ടെങ്കിലും നിലവിലെ സുരക്ഷാ സംവിധാനങ്ങൾ ഒന്നുകൂടി മെച്ചപ്പെടുത്തണം. ആത്മധൈര്യം മാത്രമാണ് വനപാലകരുടെ സുരക്ഷ എന്നതാണ് അവസ്ഥ. വനപാലകരുടെയും പോലീസുകാരുടെയും അഗ്നിസുരക്ഷാ വിഭാഗത്തിലെ ജീവനക്കാരുടെയും സുരക്ഷയ്ക്കായി സർക്കാർ കൂടുതൽ നടപടികൾ കൈക്കൊള്ളണം. പോലീസ് സേനയിലടക്കം ജീവനക്കാരുടെ ആത്മഹത്യ വർദ്ധിച്ചു വരുന്ന കാര്യവും MLA ചൂണ്ടിക്കാട്ടി. ജില്ലാ പ്രസിഡന്റ് PN സജീവൻ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന പ്രസിഡന്റ് KS സേതുമാധവൻ മുഖ്യപ്രഭാഷണം നടത്തി. സംസ്ഥാന ജനറൽ R ദിനേശ് സംഘടനാ റിപ്പോർട്ട് സമർപ്പിച്ചു. വിവിധ മേഖലകളിൽ അംഗീകാരം ലഭിച്ചവർക്ക് ചടങ്ങിൽ ഉപഹാരങ്ങൾ കൈമാറുകയും ആദരിക്കലും നടത്തി. നിലമ്പൂർ നോർത്ത് DFO P കാർത്തിക്, സൗത്ത് DFO ധനിക് ലാൽ, സംഘടനാ സംസ്ഥാന ഭാരവാഹികളായ P വിനോദ്, NV സത്യൻ, K ബിജു, K ബീരാൻകുട്ടി, PM ശ്രീജിത്ത്, P മുഹമ്മദ് അലി, AK രമേശൻ, P പ്രമോദ് കുമാർ, TS അമൃത രാജ്, റേഞ്ച് ഓഫീസേഴ്സ് പ്രതിനിധി മുബഷീർ P, മുഹമ്മദ് ഫൈസൽ, PM അയ്യൂബ് എന്നിവർ സംസാരിച്ചു. പ്രതിനിധി സമ്മേളനത്തിൽ ജില്ലാ വൈസ് പ്രസിഡന്റ് KP ശ്രീദീപ് അധ്യക്ഷത വഹിച്ചു. സർവീസിൽ നിന്നും വിരമിക്കുന്നവർക്ക് യാത്രയപ്പും ആദരിക്കൽ ചടങ്ങും നടത്തി. പുതിയ ജില്ലാ കമ്മിറ്റിയെയും തിരഞ്ഞെടുത്തു. SS Gold, Pure Gold. SS Group, നിലമ്പൂർ.